ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ വരാൻ എത്രയേറെ സാധ്യതയുണ്ടോ അത്രയേറെ ചോദ്യങ്ങൾ നമ്മളിനി ഈ ഒരു സെഷനിൽ നോക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും, ഏതൊക്കെ ഏരിയ നമ്മൾ നോക്കണം എന്നെല്ലാം നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് അറിഞ്ഞ് ഇവിടെ നിന്ന് തരാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ആ കറണ്ട് അഫയേഴ്സിന്റെ ഇതിലേക്ക് പോകാം. പക്ഷേ നമ്മൾ എപ്പോഴും പോകുന്ന പോലെ തന്നെ നമ്മുടെ ഒരു മോട്ടിവേഷണൽ കോഴ്സ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. കണ്ട ഒരു ചിത്രമുണ്ട്, ഒരു തോണി തുഴഞ്ഞു പോകുന്ന ഒരു ചിത്രമാണ്. അതെങ്ങനെയാണ്? ഒറ്റക്കാണ് എന്ന് ഉറപ്പായാൽ, അതായത് നമ്മൾ ഒറ്റക്കാണ് എന്ന് ഉറപ്പായാൽ അങ്ങ് ആഞ്ഞു തുഴഞ്ഞോളണം, അല്ലെ? അതായത് നമ്മൾ ഒറ്റക്കാണ് എന്ന് ഉറപ്പായാൽ എന്താണ്? ആഞ്ഞു തുഴഞ്ഞോളണം. ഇനി മുങ്ങിത്താഴാതിരിക്കാൻ നമ്മുടെ മാത്രം ആവശ്യമാണ്, അല്ലെ? മുങ്ങിത്താഴാതിരിക്കുക അല്ലെങ്കിൽ മുങ്ങിത്താഴാതിരിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ്. കാരണം മറ്റാരുമില്ല, നമ്മൾ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതാണ് ഇവിടെയും പറയുന്നത്. ഒറ്റക്കാണ് എന്ന് ഉറപ്പായാൽ ആഞ്ഞു തുഴഞ്ഞേക്കണം. കാരണം മുങ്ങിത്താഴാതിരിക്കൽ നമ്മുടെ മാത്രമാണ് ആവശ്യം. അപ്പൊ നമുക്ക് നമ്മളെയുള്ളൂ, നമ്മുടെ ജയം നമ്മുടെ മാത്രം അനിവാര്യമാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ശൗര്യ ഊർജമൊക്കെ സ്വയം വീണ്ടെടുക്കുക. പക്ഷേ എപ്പോഴും നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് കൂട്ടായി ഞങ്ങളുണ്ടാകും, മിൻറ്റ് PSC. ഇതാ ഇനി വരാൻ വേണ്ടി പോകുന്ന LDC എക്സാമോ, LGSോ, ഹൈക്കോർട്ട് അസിസ്റ്റന്റോ, ഡിഗ്രി പ്രിലിംസോ, മെയിൻസോ, 12th ലെവൽ യൂണിഫോം പോസ്റ്റോ, ഡയറി ഫാം ഇൻസ്ട്രക്ടറോ, CDPO എന്തുമാകട്ടെ, എല്ലാ കോഴ്സുകളും ഇവിടെ ഭദ്രമാണ്. നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിച്ച് കയറി വരാൻ പറ്റുന്ന ഒരിടം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ LDC, LGS അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA ബാച്ചുകൾ ജൂൺ 1-ാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് നമുക്ക് നവംബർ 30-നോടെ വിജ്ഞാപനം പ്രതീക്ഷിക്കുന്ന LDC എക്സാമിന് വേണ്ടി, സാധാരണക്കാരുടെ IAS വേണ്ടി നമ്മൾ മുൻകൂട്ടി തയ്യാറെടുക്കാൻ പോകുന്നു. ഏറ്റവും മികവാർന്ന ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ ടെസ്റ്റ് സീരീസ് വീക്കിലി, സബ്ജക്ട് വൈസ്, അതുപോലെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, പിന്നെ സൈക്കോളജിക്കലായിട്ടും അക്കാഡമിക്കലായിട്ടുള്ള മെന്റർഷിപ്പ്, PYQ റിവിഷൻ സീരീസ്, 24/7 ഫാക്കൽറ്റി സപ്പോർട്ട്, PDF പ്രിന്റബിൾ നോട്ട്സ്, SCRTയുടെ സ്പെഷ്യൽ കവറേജ് എന്നിവയൊക്കെയാണ് ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. നിങ്ങൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. 1999 രൂപ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ അടുത്ത 30-ാം തീയതി മുതൽ 4-ാം തീയതി ഒരു 5 ദിവസത്തേക്ക് നമ്മുടെ ആപ്പിൽ LDCയുടെ ക്ലാസ്സുകൾ വളരെ സൗജന്യമായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ എങ്ങനെയാണ് ക്ലാസ് കൊടുക്കുന്നത്, ഏത് രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നതെന്നൊക്കെ അവിടെ നിങ്ങൾക്ക് കണ്ടറിയാം, കേട്ടറിയാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം. 5 ദിവസത്തേക്ക് ഒരു ഓഫറാണ്. അതായത് 30-ാം തീയതി മുതൽ 4-ാം തീയതി വരെയാണ് ആ ഒരു ഓഫർ നടക്കുന്നത്. നിങ്ങളൊന്ന് കയറി കാണുക, ഇഷ്ടപ്പെട്ടാൽ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. അതിലൊന്നിങ്ങനെ പ്രധാനപ്പെട്ടതാണ്. അതായത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി 2026-27 കാലയളവിൽ രൂപവൽക്കരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണെന്നാണ്. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി 2026-27 കാലയളവിൽ ഒരു പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ഡോക്ടർ D പുരന്തേശ്വരിയാണ്. ആരാണ്? ഈ കാണുന്ന ഡോക്ടർ D പുരന്തേശ്വരിയാണ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ഇതിനാണ് സ്ത്രീ ശാക്തീകരണത്തിനായിട്ടാണ് എന്ന് മനസ്സിലാക്കുക. D പുരന്തേശ്വരിയാണ്. പുരന്തേശ്വരി പഠിച്ചു വെക്കുക. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ്, സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ സഹായധനം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് എന്നാണ്. അതായത് അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി, അതായത് സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപയാണ് ധനസഹായം നൽകുന്നത്. അത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ സുവേന്ദു ഭരണകൂടമാണ് ഇത്തരത്തിൽ ഒരു സഹായം ധനം നടപ്പിലാക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിമാസം 3000 രൂപയാണ് ഇവിടെ ലഭിക്കുക. സ്ത്രീ ശാക്തീകരണവും കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയുമാണ് ഇവിടുത്തെ പ്രധാന ലക്ഷ്യമായി പരിഗണിക്കുന്നത്. സ്ത്രീ ശാക്തീകരണവും കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയുമാണ് ഇവിടെ പരിഗണിക്കുക. അതുപോലെ തന്നെ സർക്കാർ യോഗ്യതാ മാനദണ്ഡങ്ങൾ അപേക്ഷകർ പശ്ചിമ ബംഗാളിലെ സ്ഥിര താമസക്കാരായ സ്ത്രീകളായിരിക്കണം. അതായത്
ഇവിടുത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണവും കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയുമാണ്. പിന്നെ അപേക്ഷകർ പശ്ചിമ ബംഗാളിലെ താമസക്കാരായ സ്ത്രീകളായിരിക്കണം, 25-നും 60-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ആദായ നികുതിദായകർ, സ്ഥിരമായ സർക്കാർ ജോലിയുള്ളവർ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്നവർ എന്നിവർ ഈ ഒരു പദ്ധതിക്ക് അർഹരല്ല. എങ്കിൽ അവിടെ പ്രതിമാസ ആനുകൂല്യമായിട്ട് 3000 രൂപയാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതിയാണ്. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. പഠിച്ചു വച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ ഇങ്ങനെയാണ്: കേരള സർക്കാരിന്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപവൽക്കരിച്ച ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദ്യം. അതായത് നമുക്കറിയാം കേരളത്തിലെ പുതിയ മന്ത്രിസഭ എന്താണ് നിലവിൽ വന്നു. നമ്മുടെ വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് പുതിയ മന്ത്രിസഭ. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കുമെന്ന് പറഞ്ഞിരുന്നു. കാരണം ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. വി ഡി സതീശനാണ് ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു ധവളപത്രം തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചു. 2026 കേരളത്തിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഒരു ധവളപത്രം തയ്യാറാക്കാൻ രൂപവൽക്കരിച്ച ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഡോക്ടർ KM ചന്ദ്രശേഖരനാണ്. മുൻ IAS ഓഫീസറാണ്, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയ വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന വ്യക്തിയാണ്. ഡോക്ടർ KM ചന്ദ്രശേഖർ ആണ്. പഠിച്ചു വെക്കുക, ഡോക്ടർ KM ചന്ദ്രശേഖർ. ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അത്. മറ്റൊന്ന് ഉറപ്പിച്ചു പഠിച്ചോളുക, ഇന്ത്യൻ വ്യോമസേനയുടെ സർട്ടിഫൈഡ് കാറ്റ് ഐ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായ ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ സർട്ടിഫൈഡ് കാറ്റ് എ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായ ആദ്യ വനിതയാണ് സ്ക്വാഡ്രൺ ലീഡർ സാനിയ. ആരാണ്? സ്ക്വാഡ്രൺ ലീഡർ സാനിയ. ഇത് ഈ കാണുന്ന വ്യക്തിയാണ് സ്ക്വാഡ്രൺ ലീഡർ സാനിയ എന്ന് പറയുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ സർട്ടിഫൈഡ് കാറ്റ് എ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായ ആദ്യ വനിതയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ആദ്യ വനിതയാണ്. ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ ചരിത്രം കുറിച്ച വ്യക്തിയാണ് സ്ക്വാഡ്രൺ ലീഡർ സാനിയ എന്ന് പറയുന്നത്. എന്താണ് ഈ ഇൻസ്ട്രക്ടറിലെ സംഭവം എന്ന് പറഞ്ഞാൽ, വ്യോമസേനയിലെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ഇൻസ്ട്രക്ടർമാരിൽ ഏറ്റവും ഉയർന്ന കാറ്റഗറികളിൽ ഒന്നാണ് ഈ പറയുന്ന കാറ്റ് എ ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായി ചരിത്രം കുറിച്ചെന്ന് പറയുന്നത്. ഓക്കെ, ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ ആയിട്ടാണ് ചരിത്രം കുറിച്ചിരിക്കുന്നത്. അതായത് വ്യോമസേനയിലെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ഇൻസ്ട്രക്ടർമാരിലെ ഏറ്റവും ഉയർന്ന കാറ്റഗറികളിൽ ഒന്നാണ്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ വനിത കൂടിയാണ് സാനിയ. എന്ന് പറയുന്നത്. പഠിച്ചു വച്ചേക്കുക, ഇതും ചോദ്യമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ്. യെസ്, അടുത്തത് അവാർഡാണ്. എന്താണ്? മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണെന്നാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത്തെ സാഹിത്യ പുരസ്കാരമാണ്. അതിനർഹനായിരിക്കുന്ന ആരാണ്? KV മോഹൻകുമാർ ആണ്. മുൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറൊക്കെ ആയിരുന്ന KV മോഹൻകുമാർ ആണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. അതിന്റെ കൃതി ചോദിച്ചാൽ ഉല, നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന് പറയുന്ന കൃതിക്കാണ്. അതായത് ഉല, നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും. നിങ്ങൾക്ക് അതിന്റെ ചിത്രം കാണാൻ പറ്റും. ആ ഒരു ബുക്കിന്റെ കവർ ചിത്രം നിങ്ങൾക്ക് ചിത്രം കാണാൻ പറ്റും. എന്താണ്? ഉല, നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും. KV മോഹൻകുമാറിന്റെ ഒരു പുസ്തകമാണ്, ഒരു നോവലാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഒരു നോവലിലാണ് KV മോഹൻകുമാറിനെ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ പുരസ്കാരം ലഭ്യമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് 25,000 രൂപയും ചിത്രകാരൻ കൃഷ്ണൻ കല്ലാർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് എന്ന് പറയുന്നത്. അതായത് 25,000 രൂപയും ലഭിക്കും, ചിത്രകാരൻ കൃഷ്ണൻ കല്ലാർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും. അപ്പൊ KV മോഹൻകുമാർ അദ്ദേഹത്തിന്റെ നോവലാണ് ഉല, നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന് പറയുന്ന ആ ഒരു നോവലിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത ഒരു ഇതിലേക്ക് പോയാൽ വീണ്ടും ഒരു പുരസ്കാരം തന്നെയാണ്. P സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായതാരാണ്? P സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് PP ശ്രീധരൻ ഉണ്ണിയാണ്. PP ശ്രീധരൻ ഉണ്ണി അദ്ദേഹത്തിന്റെ യക്ഷിയുടെ പരിണാമം എന്ന
കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യക്ഷിയുടെ പരിണാമം എന്ന കവിതയ്ക്കാണ് ഇവിടെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പി സ്മാരക കവിതാ പുരസ്കാരത്തിൽ എന്താണ് അർഹനായത് ആരാണ്? PP ശ്രീധരനുണ്ണിയാണ്. യക്ഷിയുടെ പരിണാമം എന്ന് പറയുന്ന കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ മഹാകവി പിയുടെ കവിതകളെ കുറിച്ചുള്ള പഠനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മഹാകവി പിയുടെ എന്താണ് കവിതകളെ കുറിച്ചുള്ള പഠനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പത്മനാഭൻ കാവുമ്പായിക്കാണ്. ഡോക്ടർ പത്മനാഭൻ കാവുമ്പായിക്കാണ്. അദ്ദേഹത്തിന്റെ കാവ്യപ്രകൃതി പി കവിതയിലെ ദേശസങ്കല്പം എന്ന ഗ്രന്ഥത്തിനാണ്. കാവ്യപ്രകൃതി പി കവിതയിലെ ദേശസങ്കല്പം എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥത്തിനാണ് പത്മനാഭൻ കാവുമ്പായിക്ക് എന്താണ് പിയുടെ കവിതകളെ കുറിച്ചുള്ള പഠനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മഹാകവിയുടെ പിയുടെ കവിതകളെ കുറിച്ചുള്ള പഠനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പി കുഞ്ഞിരാമൻ നായരാണ് കേട്ടോ, പഠിച്ചു വെക്കുക. മറ്റൊന്ന് വന്നാൽ കുറച്ച് പദ്ധതികളാണ്. വളരെ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കെയർ. എന്താണ് കെയർ? അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ എന്ന് പറയുന്നത്. KARE കെയർ. അതായത് അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. ഓക്കെ, അതായത് ചുവടുറപ്പിച്ച് കേരളം 25 വയസ്സ് വരെ സർക്കാരിന്റെ കെയർ എന്നതാണ്. അതായത് എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെയൊക്കെ നൽകുന്നത്. അതുപോലെ SMA ബാധിതർക്ക് 12 വയസ്സ് വരെ നൽകിയിരുന്ന റിസ്റ്റിപ്ലാം ഇനി 25 വയസ്സ് വരെ സൗജന്യമാണ്. ഇതെല്ലാം കെയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ കെയർ ആണ്. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ചോദിച്ചാൽ അത് കെയർ ആണ്. KARE കെയർ ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇതുമായി കെയറുമായി ബന്ധപ്പെടുന്ന ഒരു 3 പദ്ധതികൾ നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാണ് K4 കെയർ എന്ന് പറയുന്നത്. K4 കെയർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച K4 കെയർ എന്താണ്? വയോധികർ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് വീടുകളിൽ പ്രൊഫഷണൽ പരിചരണം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. വിദഗ്ധ പരിശീലനം ലഭിച്ച K4 കെയർ എക്സിക്യൂട്ടീവുകൾ മണിക്കൂർ, ദിവസം അല്ലെങ്കിൽ മാസ അടിസ്ഥാനത്തിൽ സേവനം ചെയ്യുന്നു. മണിക്കൂറോ ദിവസമോ അല്ലെങ്കിൽ മാസമോ എന്ന അടിസ്ഥാനത്തിലാണ് സേവനം നൽകുന്നത്. അപ്പൊ K4 കെയർ എന്നതാണ് വയോധികർ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് വീടുകളിൽ പ്രൊഫഷണൽ പരിചരണം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക. കൃത്യമായി തന്നെ സേവനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ശിശുപരിപാലനം, വയോജന പരിപാലനം, രോഗീ പരിചരണം, ആശുപത്രികളിൽ രോഗീ പരിചരണം, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പരിചരണം, K4 കെയർ. ഓക്കെ, K4 കെയർ വിവിധ ഗാർഹിക പരിചരണങ്ങൾ ഒരു കുടക്കീഴിൽ എന്നതാണ് ഒരു മോട്ടോ ആയിട്ട് അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ മറ്റൊന്നാണ് കേരള കെയർ. പാലിയേറ്റീവ് കെയർ ആണ് കേരള കെയർ. അതായത് ഗുരുതര രോഗബാധിതർക്ക് ഗൃഹാധിഷ്ഠിത പരിചരണവും സാമൂഹിക മാനസിക പിന്തുണയും ഉറപ്പാക്കുന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത ആരോഗ്യ ശൃംഖലയാണ് കേരള കെയർ എന്ന് പറയുന്നത്. ഓക്കെ, രാജ്യത്തിന് മാതൃകയാവുന്ന പാലിയേറ്റീവ് കെയർ ഗ്രിഡിന് കൂടിയാണ് ഇവിടെ തുടക്കമിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ കേരള കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി കെയറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ കേരള കെയർ എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ഗുരുതര രോഗബാധിതർക്ക് ഗൃഹാധിഷ്ഠിത പരിചരണവും അതുപോലെ തന്നെ സാമൂഹിക മാനസിക പിന്തുണയും ഉറപ്പാക്കുന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത ആരോഗ്യ ശൃംഖലയാണ്. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്തത് വി കെയർ എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയാണ്. അതായത് സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന മറ്റ് സഹായങ്ങളൊന്നും ലഭിക്കാത്തതുമായ അതിതീവ്ര ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് വി കെയർ എന്ന് പറയുന്നത്. അതായത് സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്നതും മറ്റ് സഹായങ്ങളൊന്നും ലഭിക്കാത്തതുമായ അപൂർവ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വി കെയർ എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. യെസ്, മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ പോവുകയാണല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ പോവുകയാണ്. അതിന് റെയിൽവേ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട്. എങ്കിൽ ആദ്യത്തെ ഇന്ത്യയിലെ ഹൈഡ്രജൻ പവർ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ പോകുന്ന റൂട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ജിന്ദ് സോനിപത്ത് റൂട്ടാണ്. ഇതാണ് ഹൈഡ്രജൻ പവർ ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ
ഹൈഡ്രജൻ പവർ ട്രെയിനിന്റെ സർവീസ് ആരംഭിക്കുകയാണ്. അതിന്റെ റൂട്ട് ചോദിച്ചാൽ ജിന്ദ് സോനിപത് റൂട്ടാണ്. ജിന്ദ് സോനിപത് റൂട്ടാണ്. ഓക്കെ, അതായത് നോക്കുക, ഇത്തരത്തിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഉപയോഗിക്കുന്ന മറ്റ് 4 രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് ജർമ്മനിയാണ്, മറ്റൊന്ന് ജപ്പാനാണ്, പിന്നെ ചൈനയും യുഎസും. ജർമ്മനിയും ജപ്പാനും ചൈനയും യുഎസും മാത്രമാണ് മുൻപ് ഇവിടെ ഹൈഡ്രജൻ ട്രെയിനുകൾ ഉപയോഗിക്കുന്നത്. ആ ഒരു ശ്രേണിയിലേക്കാണ് ഇന്ത്യയും ഉൾപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ശ്രേണിയിലേക്ക് ഇന്ത്യയും ഉൾപ്പെടാൻ വേണ്ടി പോകുന്നു. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന സെൽ ട്രെയിൻ ആണ് ഹരിയാനയിലെ ജിന്ദ് സോനിപത് സ്റ്റേഷനിലെ നോർത്തേൺ റെയിൽവേയുടെ കീഴിൽ സർവീസ് നടത്താൻ റെയിൽവേ മന്ത്രാലയം ഔദ്യോഗികമായി അംഗീകാരം നൽകിയത്. അപ്പൊ ജിന്ദ് സോനിപത് എന്ന് പറയുന്നത് ഹരിയാനയിലാണ് എന്ന് മനസ്സിലാക്കുക. ഹരിയാനയിലാണ്, നോർത്തേൺ റെയിൽവേയുടെ കീഴിലാണ് വരുന്നത്. നോർത്തേൺ റെയിൽവേയുടെ കീഴിലാണ്. ഇനി ആരാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി? അശ്വനി വൈഷ്ണവാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അശ്വനി വൈഷ്ണവാണ്. പഠിച്ചു വെക്കുക, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാൽ, ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റവും അസ്വാഭാവിക ജനസംഖ്യാ മാറ്റങ്ങളും പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അതായത് ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റവും ജനസംഖ്യാ മാറ്റങ്ങളും പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ ആണ്. ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ ആണ് ഈ ഒരു സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കുക, ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റവും അതുപോലെ തന്നെ അസ്വാഭാവിക ജനസംഖ്യാ മാറ്റങ്ങളും പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ എന്ന് പറയുന്ന ഈ വ്യക്തി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ അതിർത്തി പ്രദേശങ്ങളിലും മറ്റു ഭാഗങ്ങളിലുള്ള അസ്വാഭാവിക ജനസംഖ്യാ മാറ്റങ്ങളെയും അനധികൃത കുടിയേറ്റങ്ങളെയും കുറിച്ച് സമഗ്രമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഹൈ പവേർഡ് ഡെമോഗ്രഫി മിഷൻ, എന്താണ് ഹൈ പവേർഡ് ഡെമോഗ്രഫി മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചത്. അപ്പൊ നോക്കുക, 2025 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയുണ്ടായി ഹൈ പവേർഡ് ഡെമോഗ്രാഫിക് മിഷൻ എന്താണ് നടപ്പാക്കുമെന്ന്. അപ്പൊ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോ ഇത്തരത്തിലൊരു ഉന്നതതല സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജിയായ റിട്ടയർഡ് ജസ്റ്റിസ് ആണ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ. കൂടാതെ കേന്ദ്ര സെൻസസ് കമ്മീഷണർ ദുർഗാശങ്കർ മിശ്ര, അതുപോലെ തന്നെ ബാലാജി ശ്രീവാസ്തവ, ഡോക്ടർ ശാമിക രവി എന്നിവരടങ്ങിയാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. അതായത് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ എന്ന അധ്യക്ഷനെ കൂടാതെ ദുർഗാ ശങ്കർ മിശ്ര, ബാലാജി ശ്രീവാസ്തവ, ഡോക്ടർ ശാമിക രവി എന്നിവർ ഈ ഒരു സമിതിയിലെ അംഗങ്ങളാണ് എന്നുകൂടെ പഠിച്ചു വെക്കുക. എന്നിവർ ഇതിലെ അംഗങ്ങളാണ്. മറ്റൊന്ന്, സ്കൂൾ തുറക്കാൻ വേണ്ടി പോവാണ് അല്ലെ. ജൂൺ 1 വരാൻ വേണ്ടി പോവുകയാണ്. ജൂൺ 1 സംസ്ഥാനത്തിൽ സ്കൂളുകൾ തുറക്കുന്നത്. അപ്പൊ ഈ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തണ്ടർ. എന്താണ്? പഠിച്ചു വെക്കുക, ഓപ്പറേഷൻ തണ്ടർ എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തണ്ടർ. പഠിച്ചു വെക്കണേ, ഓപ്പറേഷൻ തണ്ടർ എക്സൈസിൻ്റെതാണ്. മറ്റൊന്ന്, കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ 2025 മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ജൂലി ബ്രൗണിനാണ്. ഓക്കെ, കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ 2025 മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ജൂലി ബ്രൗൺ ആണ്. ജൂലി ബ്രൗൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ മയാമി ഹെറാൾഡിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്. അമേരിക്കയിലെ മയാമി ഹെറാൾഡിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ് ജൂലി നൈറ്റ് ബ്രൗൺ എന്ന് പറയുന്ന ജൂലി ബ്രൗൺ. അതായത് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ, പ്രഥമ യോഗാസന ലോക ചാമ്പ്യൻഷിപ്പ്. എന്താണ്? പ്രഥമ യോഗാസന വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജൂൺ 4 മുതൽ 8 വരെ നടക്കുന്നത് എവിടെയാണ്? അത് അഹമ്മദാബാദിലാണ്. ഇന്ത്യയിലെ അഹമ്മദാബാദിലാണ് എന്ന് മനസ്സിലാക്കുക. പ്രഥമ യോഗാസന ലോക ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അഹമ്മദാബാദിലാണ് എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ കേന്ദ്ര കായിക വകുപ്പിന് കീഴിലാണ് ഇത് വരുന്നത്. ആരാണ് കേന്ദ്ര കായിക മന്ത്രി എന്ന് ചോദിച്ചാൽ മൻസുഖ് മാണ്ഡവ്യ ആണ്. കേന്ദ്ര കായിക മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് വളരെ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഉൾപ്പെടുത്തിയുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നാളെ മുതൽ നിങ്ങൾക്ക് ലഭിക്കുക. കൃത്യമായി നമ്മുടെ ചാനൽ കാണുക. എല്ലാ ദിവസവും 7 മണിക്ക് ഞായറാഴ്ച ഒഴികെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ലഭ്യമായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് കാണുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള മുഴുവനും ഇവിടെ നിന്ന് നമ്മൾ സജ്ജമാക്കുന്നുണ്ട്. നാളെ മുതൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കൃത്യമായി ഫോളോ ചെയ്യുക. കൂടുതൽ എന്താണ് ഇതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഏറ്റവും പുതിയ PSCയുടെ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ എന്തും ഈ ഒരു മിന്റ് PSCയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ കൃത്യമായി ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസിന് ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷ എഴുതുന്ന ആളുകളാണെങ്കിൽ ഒന്ന് അവർക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പരീക്ഷകളൊക്കെ വരാൻ വേണ്ടി പോവാണ്. നന്നായി തയ്യാറെടുക്കുക. നിരവധി കോഴ്സുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. താല്പര്യമുള്ളവർക്ക് മിന്റ് PSC ലേണിംഗ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് കോഴ്സ് വേണ്ടത് അത് അവിടെ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല ക്ലാസ്സുമായി അല്ലെങ്കിൽ മറ്റൊരു നല്ല അടിപൊളി കറണ്ട് അഫയേഴ്സുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.